ലോകം മുഴുവൻ ഇപ്പം അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം തുടങ്ങും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അവസാനം ആര് യുദ്ധം തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുകാരും കൂടെ ഇപ്പം യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് ഫുൾ ഔട്ട് വാറാണ്. അപ്പോൾ ഇതെന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്, എന്താണ് പ്രശ്നം, എല്ലാം നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ അറിയാലോ താലിബാൻകാരാണ് എല്ലാ ഭരണം മുഴുവൻ. അതേപോലെ ഇതേ താലിബാൻ്റെ പാകിസ്ഥാനിലൊരു വിങ് ഉണ്ട്, TTP എന്നാണ് അറിയപ്പെടുന്നത്. അവർ ശരിക്കും ആൻറ്റി പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഈ TTPക്കാരും കൂടെ എപ്പോഴും അടിയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 6 പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലെ വലിയൊരു മോസ്കിൽ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുകയും 31 പേര് മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കൊക്കെ ഏറ്റു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ISISൻ്റെ ഏതോ ഒരു സംഘടന ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് പറഞ്ഞ് ഇതൊക്കെ TTPൻ്റെ കളികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ TTPക്കാർക്ക് സപ്പോർട്ട് നൽകുന്നു ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അഫ്ഗാനിസ്ഥാൻകാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുകാർ തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ തന്നെ, ഈ അടി തുടങ്ങാൻ തന്നെ കാരണം. നിങ്ങൾ ആലോചിക്കണം, ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാർ എപ്പോഴും ഈ താലിബാനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവരും തീവ്രവാദികൾ തന്നെ, അവരും തീവ്രവാദികൾ തന്നെ. അപ്പോൾ എന്താ സംഭവം, മൊത്തത്തിൽ ഇവർ തമ്മിൽ ഇങ്ങനെ അടി കൂടുന്നു ആരും വിചാരിച്ചിട്ടില്ല. നോ വൺ എക്സ്പെക്റ്റഡ് ദിസ്. 6 നടന്ന ആ ഒരു മോസ്കിൻ്റെ അറ്റാക്കിന് ശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അറ്റാക്കുകൾ രണ്ട് സൈഡും നടന്നു. അവസാനം പാകിസ്ഥാൻകാർ ഒരു എയർ സ്ട്രൈക്ക് നടത്തുകയാണ് 21 രാത്രി. ഫെബ്രുവരി 21 പാകിസ്ഥാൻകാർ പോയിട്ട് അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ 18 പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 21 നടന്ന എയർ സ്ട്രൈക്കിൻ്റെ റിറ്റാലിയേഷനാണ് ഇന്നലെ രാത്രി ഫെബ്രുവരി 26 രാത്രി അഫ്ഗാനിസ്ഥാൻകാർ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യായിരുന്നു. ആ ഒരു ബോർഡറിലുള്ള കുറേ സംഭവങ്ങൾ തകർത്തിട്ടുണ്ട്. 55 പാകിസ്ഥാൻ സോൾജേഴ്സ് മരിച്ചു എന്ന് പറയുന്നു. ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ 15 പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റുകൾ തകർത്തു എന്നും അഫ്ഗാനിസ്ഥാൻകാർ പറയുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻകാർ ഇന്നലെ രാത്രി മിണ്ടാണ്ട് ഇരുന്നിട്ടൊന്നുമില്ല, അവർ തിരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ജെറ്റുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ എടുത്ത് വിട്ടിട്ടുണ്ട്. കാബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ അവർ അറ്റാക്ക് ചെയ്തു. പിന്നെ കുറേ താലിബാൻ്റെ കുറേ ഹെഡ് ക്വാർട്ടേഴ്സും ബാക്കി അവരുടെ കുറേ ഔട്ട് പോസ്റ്റുകളൊക്കെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. 133 അഫ്ഗാനിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചുവെന്നും 27 ഔട്ട് പോസ്റ്റുകൾ, താലിബാൻ ഔട്ട് പോസ്റ്റുകൾ ഡിസ്ട്രോയ് ചെയ്തുവെന്നും 9 പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പാകിസ്ഥാൻകാർ പറയുന്നത്. ഇവർ ആയതുകൊണ്ട് എന്ത് വിശ്വസിക്കേണ്ട എന്നറിയില്ല, എന്താണെന്ന് ഇതൊക്കെയാണ് കാര്യങ്ങൾ. പാകിസ്ഥാൻകാർ ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങളൊരു ഓപ്പൺ വാറിലാണെന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും സംശയമൊന്നും വേണ്ട, ഓപ്പൺ വാർ തന്നെയാണ് അവിടെ നടക്കുന്നത്. താലിബാൻകാർ പറയുന്നത് പാകിസ്ഥാൻകാരിൻ്റെ അടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ന്യൂക്ലിയർ വേണമെങ്കിൽ ഇട്ടോ, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാളും സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ട്, അതിനെ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് വിടും എന്നൊക്കെയാണ് താലിബാൻ്റെ ആൾക്കാർ വന്നിട്ട് TV വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെന്താവുമെന്ന് അറിയില്ല. ഇന്ന് രാത്രി ഇതിൻ്റെ കൂടുതൽ എസ്കലേഷൻ വരുമായിരിക്കും, കാത്തിരുന്ന് കാണാം.